നമ്മളൊന്നാള് മറ്റേ വാൽപ്പാറ പോലെ അപ്പുറത്തേക്ക് പോയാൽ മറ്റേ ഇന്തോനേഷ്യ വെച്ച് നമ്മളൊരു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ കാര്യം ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ജപ്പാൻ വിത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ജപ്പാൻ വിത്ത് അമേരിക്ക. അപ്പൊ 1432 അമേരിക്ക വെച്ച് ഒരിക്കൽ അനുഭവം ഉണ്ടായി. അന്ന് എന്ത് സംഭവിച്ചു? നാലഞ്ച് ആൾക്കാർ അത് നോക്കണ്ട, ബാക്കിയുള്ളത് സംഭവിച്ചു. എന്തോ പക്ഷെ ആ വന്ന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മള് ഷാജഹാനിക്ക് അന്ന് ബ്രൂണിയപ്പോ ബന്ധമില്ല, അന്ന് അവിടെ ആയിരുന്നു. അപ്പൊ ആ കാലത്തിലാണ് നമ്മൾ ബോംബിട്ടത്. ബോംബിട്ടപ്പോ ഇയാൾക്ക് അല്ലാത്ത വിഷമം. അങ്ങനെ 1302 അപ്പൊ 1302 ബോധപ്പെട്ടു. എന്ത് സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ 1302 അദ്ദേഹം ഇങ്ങോട്ട് പോകുമ്പോ അവിടെ ആകെ സുനാമി വന്ന് ആകെ തരിപ്പട ബാക്കി 1477 വരെ സംഭവിച്ചു. തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോ ലോകത്തിന് ഇടയ്ക്ക് സംഭവമായിരുന്നു ജപ്പാനിൽ. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ലോകത്തിന്റെ ഇടയ്ക്ക് മനസ്സിൽ സംഭവം ഷാജഹാൻ അതാ പറഞ്ഞെ. അപ്പൊ ഈ 1877 വരെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ വള്ളം ഇങ്ങനെ പറയുന്നത് ആകെ കുടുങ്ങിയല്ലോ. വെള്ളം കുടിച്ച് ലാസ്റ്റ് ഒന്നും വെള്ളം കുടിച്ച് വളരെയൊക്കെ മീനും ചാള വിത്ത് മത്തി അതുപോലെ തന്നെ ചെമ്മീൻ കൊഞ്ചുകളൊക്കെ കരിമീനൊക്കെ ഉണ്ടായിരുന്നു പറയാം. അങ്ങനെ അമേരിക്ക വന്ന് എന്ത് സംഭവിച്ചു? അമേരിക്ക ഒന്നും സംഭവിച്ചിട്ടില്ല, ജപ്പാനിൽ മാത്രമാണ് സംഭവിച്ചത്. സാറേ ആള് നീച്ചു പോയല്ലോ, ക്ലാസ് നിർത്തിയോ?